നമ്മുടെ അടുത്ത് കൗൺസിലിംഗ് വരുമ്പോൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലുണ്ട്, അത് ഹസ്ബൻഡ് ആയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ലവറായിരിക്കാം. പക്ഷേ എനിക്ക് അത് അറിയാം, 100% അത് ടോക്സിക് ആണെന്ന് അറിയാം. പക്ഷേ എനിക്ക് ഒട്ടും അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് വരാറുണ്ട്. അപ്പോൾ ടോക്സിക് റിലേഷൻഷിപ്പ് ആണെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അവർക്ക് ആ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റാത്തത്? ഒരുപാട് അവർ ആഗ്രഹിക്കുന്നുണ്ട്, എന്നിട്ടും അവർക്കതിന് കഴിയാത്തത് എന്തുകൊണ്ടാണ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും അയാളുടെ അടുത്ത് നമുക്ക് സ്നേഹം കൂടുതൽ കൊണ്ട് നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല, നിങ്ങളില്ലാതെ ഒരു നിമിഷത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ട് പോലുമില്ല, എനിക്ക് നീ വേണം, നീ ഇല്ലെങ്കിൽ ഞാനില്ല എന്നൊക്കെ കുറേ വേർഡ്സ് നമ്മൾ ഓൾറെഡി കുറേ പ്രാവശ്യം നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ നമ്മൾ എന്ത് പറയുന്നോ അത് ആദ്യം കേൾക്കുന്നത് നമ്മൾ തന്നെയാണ്, അല്ലേ? അപ്പോൾ നമ്മുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അത് മൈൻഡിൽ പേസ്റ്റ് ആയിട്ടുണ്ട്. പിന്നീടാണ് നമ്മൾ വർഷങ്ങൾ കഴിയുമ്പോഴോ അല്ലെങ്കിൽ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ തിരിച്ചറിയും, ഈ ഒരു ബന്ധം എന്നെക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ഇത് ഭയങ്കര ടോക്സിക് ആണെന്ന് അറിയുമ്പോഴും നമ്മുടെ മനസ്സ് പറയുന്ന ഒരു കാര്യമുണ്ട്, അത് ഓൾറെഡി പേസ്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അത് നമ്മുടെ അടുത്ത് പറയും, ഇല്ല നിനക്ക് ഇവനില്ലാതെ ജീവിക്കാനേ പറ്റില്ല, ഇവനില്ലാതെ നിനക്ക് ഒരു ജീവിതമില്ല, അവനില്ലെങ്കിൽ നീയില്ല എന്ന് നമ്മുടെ മനസ്സ് നമ്മളെ എപ്പോഴും വാൺ ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ പ്രശ്നം. ഒരു ടോക്സിക് ആയ റിലേഷൻഷിപ്പ് പലപ്പോഴും നമുക്ക് ആ ഒരു വലയത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ബാരിയർ താണ്ടിയിട്ട് നമുക്ക് പുറത്തേക്ക് കടക്കാൻ പറ്റാത്തത്. ഇപ്പം മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് പലരും ടോക്സിക് റിലേഷൻഷിപ്പ് ആണെന്ന് പറഞ്ഞിട്ടും ഒരു അഡിക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ആ റിലേഷൻഷിപ്പിൽ തന്നെ നിൽക്കുന്നതെന്ന്.